ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് 300 രൂപയിൽ ഒരു മോം ആൻഡ് ഡോട്ടർ കോംബോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതൊരു അജറക് സിൽക്ക് ഫാബ്രിക് ആണ്. മീറ്ററിന് 100 രൂപയാണ് ഈ ഒരു ഫാബ്രിക്കിന് വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ടിനും കൂടി ഒരു 3 മീറ്റർ ഫാബ്രിക്കാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു 5 ഇയർ ഗേളിനും ഒരു ലാർജ് സൈസുള്ള ഒരു കഫ്താനുമാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. രണ്ടും കഫ്താൻ മോഡൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ബേബിയുടെ ഔട്ട്ഫിറ്റാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നീളത്തിൽ രണ്ടായിട്ട് നമ്മൾ ആദ്യം ഫാബ്രിക് മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ലെങ്ത്ത് നീളത്തിലാണ് നമ്മളിത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്ക് മാർക്ക് ചെയ്തിട്ടെടുക്കണം. നമ്മൾ എടുക്കുന്ന ഫാബ്രിക്കിൻ്റെ ലെങ്ത്തിൻ്റെ നേരെ പകുതി നമ്മൾ ഫാബ്രിക്കിൽ അടയാളപ്പെടുത്തി കൊടുക്കണം. ഞാനിവിടെ 44 ആണ് ബേബിയുടെ ലെങ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മളൊരു 22 ഇഞ്ചസാണ് സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ നെക്ക് വിഡ്ത്ത് ഒരു 3 ഇഞ്ചസ് അടയാളപ്പെടുത്തി കൊടുക്കുക. ബാക്ക് നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചസും ഫ്രണ്ട് നെക്ക് 3 ഇഞ്ചസുമാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നെക്ക് കട്ടിങ് മാത്രമാണ് നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിന് വേണ്ടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു 15 മിനിറ്റ് മതി നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അതിൻ്റെ നെക്ക് ലൈനാണ് ചെയ്തെടുക്കുന്നത്. ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് മോം ഔട്ട്ഫിറ്റും കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നീളത്തിൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 4 ഇഞ്ചസാണ് നെക്ക് വിഡ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. ലാർജ് സൈസിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ പറയുന്നത്. നെക്ക് ഫ്രണ്ട് നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചസും ബാക്ക് നെക്ക് 2 ഇഞ്ചസുമാണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. നോർമൽ റൗണ്ട് നെക്കാണ് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി അതും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടിൻ്റെയും നെക്ക് ചെയ്തെടുക്കുക. ക്രോസ് പീസ് വെച്ചാണ് ഞാനിവിടെ നെക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ രണ്ടിൻ്റെയും നെക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരിക. ഇനി നമുക്ക് ഈ ഡ്രസ്സിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൻ്റെ എല്ലാ സൈഡും മടക്കി തേച്ച് കൊടുക്കണം. മടക്കി തേച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഡ്രസ്സിൻ്റെ ഷേപ്പ് തേക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ രണ്ട് ഔട്ട്ഫിറ്റിൻ്റെയും സൈഡ് മടക്കി തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാർക്കിംഗ് എല്ലാം ഫ്രണ്ട് സൈഡിലാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആം ഹോളായിട്ട് ഒരു 7 ഇഞ്ചസും ഷോൾഡർ 2 ഇഞ്ചസും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത് ബേബിയുടെ ഔട്ട്ഫിറ്റാണ് കേട്ടോ. ഷോൾഡർ 7 ഇഞ്ച് ആം ഹോൾ 7 ഇഞ്ചസും ഷോൾഡർ 2 ഇഞ്ചസുമാണ് നമ്മളതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെസ്റ്റ് ആയിട്ട് ഒരു 8 ഇഞ്ചസ് ആണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. വേസ്റ്റ് ലെങ്ത് ആയിട്ട് നമ്മളൊരു 11 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് നമ്മളൊരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഷേപ്പ്
തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഫ്രണ്ട് പോർഷനിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അത് നമ്മളൊരു 8.5 ഇഞ്ചസിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മാർക്കിങ് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. നമുക്ക് ഈ ജോയിനിങ് ലൈൻസിൽ കൂടിയാണ് നമ്മൾ ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഒരു 6 ഇഞ്ചസ് നമ്മൾ ബോർഡറിൽ നിന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് ഇതിലേക്ക് വരച്ചെടുക്കുക. ഈ വരച്ച ലൈനിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഫാബ്രിക്കിൻ്റെ നല്ല വശത്താണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ലോക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല വശത്ത് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ രണ്ടിൻ്റെയും ഒരുമിച്ച് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ഇവിടെ അതിൻ്റെ ജസ്റ്റ് ഒരു ലാർജ് സൈസിനുള്ള മെഷർമെൻറ്റ്സ് ആണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. ഒരു 11 ഇഞ്ചസ് ആം ഹോൾ വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മളൊരു സ്ലീവിനും കൂടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ.